മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് പുനരധിവാസത്തിന് മാനദണ്ഡം നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു. ദുരന്ത മേഖലയിലെ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെങ്കിൽ വാടകക്കാരന് പുതിയ വീടിന് അർഹതയുണ്ട്. വാടകയ്ക്ക് വീട് നൽകിയ ആളിന് വേറെ വീടില്ലെങ്കിൽ അവർക്ക് പുതിയ വീട് കിട്ടും. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണത്തിൽ നിന്ന് വീടുകൾ നശിച്ചെങ്കിലും അവർക്കും പുതിയ വീടിന് അർഹതയുണ്ട്. ഉത്തരവിൻ്റെ പകർപ്പ് 24 കിട്ടി. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ ഉത്തരവ് എപ്പോഴാണ് ഇറങ്ങിയത്? പറയൂ. ഈ ചൂരൽമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. വീടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ജില്ലാ ഭരണകൂടം സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദുരന്തബാധിത മേഖലയിൽ വീടുള്ള ഒരാൾക്ക് മറ്റ് മേഖലയിൽ സുരക്ഷിതമായ സ്ഥലത്തൊരു വീടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പുനരധിവാസ പദ്ധതി പ്രകാരം സർക്കാർ പുതിയ വീട് നൽകുമ്പോൾ അതിന് അർഹതയുണ്ടോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അർഹതയില്ല എന്ന ഉത്തരമാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡത്തിലുള്ളത്. അതായത് സുരക്ഷിതമായ സ്ഥലത്ത് മറ്റൊരു വീടുള്ള ആൾക്ക് ഇവിടെ വീട് നശിച്ചെങ്കിലും പുതിയ വീടിന് പ്രതിവാസ പദ്ധതി പ്രകാരമുള്ള പുതിയ വീടിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്ന ആളുകൾ അവിടെ ധാരാളമായി ഉണ്ട്. ഒരു വീട്ടിൽ തന്നെ 3-4 റേഷൻ കാർഡുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുകയാണ്. എന്നാൽ ഈ കുടുംബങ്ങൾക്കെല്ലാം വെവ്വേറെ വീടുകൾ നൽകാനുള്ള തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്നവർക്ക് ഒരു റേഷൻ കാർഡിന് ഒരു വീടെന്ന നിലയ്ക്കായിരിക്കും പുനരധിവാസ പദ്ധതി പ്രകാരം വീടുകൾ അനുവദിക്കുക. ഇതോടൊപ്പം തന്നെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട് നശിച്ചു, അവിടെ വാടകക്കാരന് ഉണ്ട്. ആ വാടകക്കാരന് പുതിയ വീടിന് അർഹതയുണ്ടായിരിക്കും. എന്നാൽ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടുടമയ്ക്ക് മറ്റ് സുരക്ഷിത സ്ഥലത്ത് വീടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രതിവാസത്തിന് പദ്ധതി പ്രകാരം പുതിയ വീടിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിലിരിക്കെ ഈ ദുരന്തത്തിൽപ്പെട്ട ആ നിർമ്മാണത്തിലിരിക്കുന്ന വീട് നശിച്ചു എന്നിരിക്കട്ടെ, അവർക്ക് ആ ലൈഫ് പദ്ധതി പ്രകാരം നശിച്ച വീടുകൾക്ക് പുതിയ വീടുകൾക്ക് അർഹതയുണ്ടായിരിക്കും. എന്നാൽ മറ്റ് വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വീടുകൾ നശിച്ചതിനുള്ള ഡാമേജിനുള്ള നഷ്ടപരിഹാരം മാത്രമേ നൽകുകയുള്ളൂ. അത് 4 ലക്ഷം രൂപയാണ് SDRF അനുവദിക്കുന്നത്. അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ച് ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. ശ്രീജിത്ത്.